ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ശ്രുതിയുടെ ഇളയച്ചനായി വരുന്ന ബീരാൻ വീട്ടിൽ വന്നിട്ട് പറയുന്നു, മോളെ നിൻ്റെ അച്ഛൻ മരിച്ചോ എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. ബിസിനസ്സിൽ നമുക്ക് ചതി പറ്റി, അവർ നിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അതിനുശേഷം എല്ലാവരും വളരെ അതിശയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുമെന്ന്. സച്ചി എല്ലാവരും കൂട്ടി മലേഷ്യയിലേക്ക് പോകാം, നമുക്ക് പാലയിട്ടത്തിട്ട് നാടൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് നല്ല ത്രില്ലടിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത്. അങ്ങനെ എല്ലാവരും വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസമായി എല്ലാവരും ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിറ്റേ ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഷോപ്പ് അടച്ചിടാം, നിൻ്റെ അച്ഛൻ മരിച്ചതിൽ നമുക്ക് അനുശോചനമൊക്കെ അർപ്പിക്കാമെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് വേണ്ട, അച്ഛൻ എപ്പോഴും ബിസിനസ്സിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത ആളായിരുന്നു, ബിസിനസ് നല്ല രീതിയിൽ നടക്കട്ടെ, ഇനി നമ്മളെക്കുറിച്ച് നല്ലോണം ചിന്തിക്കണം, ഇനി നമുക്ക് ആരും സഹായത്തിനില്ല, എനിക്ക് ശ്രുതിക്ക് ഞാനുമേ ഉള്ളൂ എന്നൊക്കെ പറയും. നീ വിഷമിക്കാതിരി ശ്രുതി, ഇനി നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തും ഒക്കെ ഞാൻ തന്നെ നിന്നെ കാര്യമായിട്ട് നോക്കിക്കോളാം, നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ശ്രുതി നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം ഇനി ആരും മലേഷ്യയിലുള്ള അച്ഛൻ്റെ കാര്യം പറഞ്ഞ് തന്നെ ടെൻഷൻ എടുപ്പിക്കത്തില്ലെന്നുള്ളൊരു സമാധാനമൊക്കെ ശ്രുതിക്കുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്ര ബാമയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഡാൻസ് പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന ബാമയ്ക്ക് നല്ല വിഷമമുണ്ട്. ബാമ പറയും, കുറച്ച് നാളായിട്ട് ശ്രുതിക്ക് കഷ്ടകാല സമയമായിരുന്നു, നീ അവളെ കുറേ ഇട്ട് വേദനിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തു, അവൾക്കൊരു ചെറിയ ആശ്വാസമായിട്ടിരുന്നതായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ന്യൂസ് വന്നത്, അവളെങ്ങനെ സഹിക്കും, എന്തായാലും നീ അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം ബാമയെന്ന് പറയുന്നുണ്ട്. എനിക്ക് വയ്യ ചന്ദ്ര അവിടെ ചെന്ന് അവളുടെ മുഖമൊന്നും കാണാൻ എന്നായിരിക്കും, എന്തായാലും നീ പറഞ്ഞോണ്ട് ഞാൻ അവിടെ പോകാം, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാനായിട്ട് മുൻകൈ എടുത്ത് നടത്തിയൊരു ബന്ധമില്ലേ ഇത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഇനി അവൾക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നീ മാത്രമേ ഉള്ളൂ, നീ അവളെ നല്ലോണം കെയർ ചെയ്യണം, എന്നാലും ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് കിട്ടാവുന്ന സ്വത്തൊക്കെ കിട്ടത്തില്ലേ എന്ന് നമ്മുടെ ചന്ദ്ര ബാമയെടുത്ത് ചോദിക്കും. അതൊക്കെ കിട്ടാതിരിക്കുമോ, ഒന്നുമില്ലെങ്കിൽ അവൾ അച്ഛൻ്റെ ഒരേ ഒരു മകളില്ലേ, രണ്ടാമത് അയാൾ വിവാഹം കഴിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിലും അവൾക്ക് ന്യായമായിട്ട് കൊടുക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടൊക്കെ അവർക്കുണ്ട്, അത് കേസെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് എന്തായാലും കിട്ടും, നല്ലൊരു തുക എന്തായാലും അവൾക്ക് കിട്ടും, ശ്രുതിക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും അവളുടെ അച്ഛൻ ഒരുക്കി വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമ്മുടെ ബാമ ചന്ദ്രയോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഹേമ അങ്ങോട്ട് വരുന്നത്. ഹേമ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ ഒരു ശത്രുവാണ്. ആ സമയത്ത് ഹേമയ്ക്ക് അറിയാം രേവതിയുടെ അമ്മായിയമ്മ എന്നുള്ള കാര്യം. ആ സമയത്ത് ചന്ദ്രയും ബാമയും കൂടി ചന്ദ്രയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഹേമ അങ്ങോട്ട് വരുന്നത്. അത് ചോദിക്കും, ഹലോ ചന്ദ്രമതി മാഡം. അത് ചോദിക്കും, അതെ ചന്ദ്രമതിയാണ്. ഞാൻ ഇവിടെ വന്നത്, ഇവിടെ നല്ലോണം ഡാൻസ് പഠിപ്പിക്കുമെന്ന് അറിഞ്ഞായിരുന്നു, ഡാൻസ് സ്കൂളില്ലേ ഇത്? അതെ ഞാനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്, എൻ്റെ പേര് ചന്ദ്രമതി എന്നാണ്. എനിക്കറിയാം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി വരും. അങ്ങനെ പറയും, അപ്പോൾ ചന്ദ്രമതിയുടെ വിചാരം അവരുടെ മകൾക്കോ മകനോ വേണ്ടി പഠിപ്പിക്കാനാണെന്ന്. അല്ല, എനിക്ക് തന്നെയാണെന്ന് പറയും. നിങ്ങൾക്കോ, ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഡാൻസൊക്കെ വഴങ്ങുമെന്ന് ചോദിക്കും. പിന്നെ ഞാൻ കുറച്ച് നാൾ നല്ലോണം ഡാൻസ് പഠിച്ചിട്ടാണെന്ന് പറയും. നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് ഞാൻ ഡാൻസ് കളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡ് പാട്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ നൃത്തം ചെയ്ത് കളിക്കുകയാണ്. കൊള്ളാമല്ലോ, നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. പിന്നെ എന്ത് പറ്റി ഡാൻസ് പഠനം പൂർത്തിയാക്കാതെ പോയത്? അത് എനിക്ക് ചില ബിസിനസ്സൊക്കെ ഉണ്ട്, ബിസിനസ്സിൻ്റെയൊക്കെ പുറമെ തിരക്കും ജോലിയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരാഗ്രഹം തുടർന്നത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്. എന്താ നിങ്ങളുടെ ജോലി? എനിക്ക് ചെറിയ ഇവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ ഉണ്ട്, പിന്നെ ചെറിയ ഓഡിറ്റോറിയങ്ങളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യും, അതൊക്കെയാണെന്ന് പറയും. മണ്ഡപം ഡെക്കറേഷനാണോ നിങ്ങളുടെ ജോലിയെന്ന് നമ്മുടെ ബാമ ചോദിക്കുന്നുണ്ട്. അതെ, ചന്ദ്രയുടെ മരുമകൾക്കും മണ്ഡപം ഡെക്കറേഷനാണ് ജോലിയെന്ന് പറയും. എന്താ പേര് എന്ന് ചോദിക്കും. അങ്ങനെ പേരെടുത്ത് പറയത്തക്ക വലിയ ജോലിയൊന്നും അല്ലെന്ന് ചന്ദ്രമതി പറയും. അത് രേവതി എന്ന് ചോദിക്കും. ആ ചെറിയ സ്കൂട്ടറിനകത്ത് പെട്ടിയിൽ പൂ വെച്ച് കിടക്കുന്ന പെൺകുട്ടിയില്ലേ? അവളെ എനിക്കറിയാം എന്ന് പറയും. നിങ്ങൾക്ക് പരിചയമുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. അവളുടെ അമ്മയില്ലേ അമ്പലത്തിൽ പൂ കെട്ടാൻ നിൽക്കുന്നത്, അതിൻ്റെ അടുത്ത് അവളുടെ അച്ഛനൊരു കരിമ്പീൻ ജ്യൂസിൻ്റെ കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവളെക്കുറിച്ച് നല്ലോണം നിങ്ങൾക്ക് അറിയാമല്ലേ? അത് ചന്ദ്രയുടെ മരുമകളാണെന്ന് പറയും. എൻ്റെ മരുമകളൊന്നുമല്ല, അവളെൻ്റെ ഭർത്താവിൻ്റെ മരുമകൾ. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല, അവളെ എൻ്റെ ഭർത്താവ് ഒരു കഷ്ടകാലത്തിന് വിളിച്ചുകൊണ്ട് വന്നതാന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ ഹേമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രയ്ക്ക് ഒട്ടും രേവതി ഇഷ്ടമല്ലെന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ ബാമ പറയും, എന്തൊക്കെയാണ് ചന്ദ്രൻ നീ പറയുന്നത്? മറ്റാളുടെ മുമ്പ് വെച്ച് നിൻ്റെ സ്വന്തം മരുമകളെ കുറ്റപ്പെടുത്തി പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ? പിന്നെ അതിനുവേണ്ടി പുകഴ്ത്തി പറയാൻ വേണ്ടിയൊന്നും വലിയ കേമത്തൊന്നും അവൾക്കില്ലല്ലോ എന്ന് പറയും. എങ്കിൽ ശരി, നിങ്ങളെന്തായാലും എന്നെ ഡാൻസ് പഠിപ്പിക്കുമോ എന്നുള്ള കാര്യം
നമ്മുടെ ഹേമ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. ചന്ദ്ര പറയും പിന്നെന്താ, എനിക്ക് നിങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലെന്ന് പറയും. അങ്ങനെ പുറത്ത് പോയി ഒരു താലത്തിനകത്ത് കുറച്ച് മുല്ലപ്പൂവും കുറച്ച് സ്വീറ്റ്സും സാരിയൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കും. ഇതെന്താ, ഇതൊരു ദക്ഷിണയാണ്, എൻ്റെ വക ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഈ കളർ നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് പറയും. ശരി എങ്കിൽ ദക്ഷിണ വെച്ചിട്ട് പോയിക്കോളൂ, നാളെ തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇനി ആരും മലേഷ്യ പോകണമെന്നൊന്നും പറഞ്ഞ് ആരും ബുദ്ധിമുട്ടിക്കത്തില്ല, അച്ഛൻ്റെ പേരൊന്നും ചോദിക്കത്തില്ല. അങ്ങനെ മീരയുടെ വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടുകയാണ്. ബീരാനും മീരയും ശ്രുതിയായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്താണ് എന്തായാലും നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എന്ന് പറയും. എന്തായാലും എനിക്ക് സമാധാനമായി. എന്തായാലും ബീരാൻ സാറെ, ഞാൻ പ്രതീക്ഷ പോലല്ല നിങ്ങൾ നല്ല രീതിയിൽ വന്ന് അവിടെ പെർഫോം ചെയ്തു. എന്തായാലും ആ പെർഫോമൻസിൽ എല്ലാവരും വീണു. ഇനി ആരും അതിൻ്റെ പേരിലൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഞാൻ മീരയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും നീ എന്നെ ഒരു കൊലപാതകമൊന്നും ആക്കലെന്നൊക്കെ ബീരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത്. രേവതിയെ കാണുന്നതും ബീരാൻ അങ്ങ് ഞെട്ടുന്നുണ്ട്. അയ്യോ രേവതി രേവതി എന്ന് പറഞ്ഞ് ഉടനെ രേവതി ചോദിക്കും, നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലയോ മലേഷ്യയിലുള്ള? അയ്യോ എന്നോടൊന്നും ചോദിക്കരുതേ, ഞാൻ ഇളയച്ചനൊന്നുമല്ല, ഞാൻ മലേഷ്യ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ പേര് ബീരാനെന്ന, ഞാനൊരു ഇറച്ചി വിൽപ്പനക്കാരനാന്നൊക്കെ പറയും. ഉടനെ ചോദിക്കും, നീ എന്തൊക്കെയാണ് ശ്രുതി കാണിച്ചു കൂട്ടുന്നത്? നിൻ്റെ അച്ഛൻ മരിച്ചു പോയി, നിൻ്റെ അച്ഛൻ്റെ അനിയനാ ഇത് മലേഷ്യ ഇളയച്ചൻ എന്നൊക്കെ നീ പറഞ്ഞില്ലേ, പിന്നെ എന്തൊക്കെയാണ്? അയ്യോ രേവതി എന്നോട് ക്ഷമിക്കണേ രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ കാല് കെട്ടിപ്പിടിച്ചാൽ കരയാണ്. അപ്പം ഞങ്ങൾ കരുതിയ കണക്ക് തന്നെ നീ മലേഷ്യയിലുള്ള പെണ്ണല്ല, നീ കോടീശ്വരി അല്ലേ? കുറച്ച് ദിവസം കൂടെ സച്ചിയായിട്ട് നിന്നൊരു സംശയം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നീ ഇങ്ങനൊരു പെണ്ണായിരുന്നു. അയ്യോ രേവതി എന്നോട് ക്ഷമിക്കും, ഞാൻ ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് സ്തുതിയായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു പോയതാണ്. എന്നാലും നിനക്ക് എങ്ങനെ തോന്നി? നീ നിൻ്റെ ഭർത്താവിനെ പോലും അല്ലേ നീ വഞ്ചിച്ചത്, നീ വലിയ കോടീശ്വരിയാണെന്ന് പറഞ്ഞു, ഇപ്പം നിൻ്റെ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞു, ലോകത്ത് ആരെങ്കിലും പറഞ്ഞ കള്ളത്തരമാണോ ഇതൊക്കെ എന്നൊക്കെ പറയും. എന്നോട് ക്ഷമിക്കുക രേവതി. ഇല്ല ഇത് ഞാൻ ക്ഷമിക്കത്തില്ല, ഇത് ഞാൻ വീട്ടിൽ ചെന്ന് പറയുമെന്ന് പറയും. ഉടനെ രേവതിയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് ശ്രുതി. ആ സമയത്ത് പറയും, വിടറി എൻ്റെ കൈ വിട്, ഞാൻ സത്യം പറയും, നീയും നിൻ്റെ ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് അച്ഛനായിരുന്നു എങ്ങനെയെങ്കിലും നിങ്ങളെ ഒരുമിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പുറവേ നടന്നത്, ആ അച്ഛനെ പോലും നീ ചതിച്ചില്ലേടി എന്ന് വെച്ചുകൊണ്ട് ശ്രുതിയോടങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഉടനെ മീരയും പറയാം, അയ്യോ രേവതി അവളോട് ക്ഷമിക്കുക രേവതി, അവൾക്ക് ശ്രുതിയോടുള്ള സ്നേഹക്കൂടുകൊണ്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ പറയും. നീ ഇതിനെല്ലാം കൂട്ടു നിന്നില്ലേ? ഇല്ല ഇനി ഇതൊന്നും ഞാൻ ക്ഷമിക്കത്തില്ല, ഇതെല്ലാം എനിക്ക് വീട്ടിൽ ചെന്ന് പറയണം, അച്ഛനും അമ്മയോടും ഞാൻ ഇവിടെ കള്ളത്തരങ്ങളെല്ലാം പറയുന്നത്. നിനക്കെന്താടി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഞാൻ നിൻ്റെ കാല് പിടിച്ച് പറഞ്ഞില്ലേ ആരോടൊന്നും പറയരുതെന്ന്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് വെച്ചുകൊണ്ട് രേവതിയെ പിടിച്ച് വലിച്ചങ്ങ് അകത്തോട്ടിടുകയാണ്. അതുവരെ കൈ വിടറിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും ശ്രുതിയും തമ്മിൽ അവിടെ നിന്നൊരു പിടിവലി നടത്തുകയാണ്. ഉടനെ ശ്രുതി അവിടെ നിന്നൊരു കത്തി എടുത്തിട്ട് പറയും, ഇല്ല ഇപ്പം ഞാൻ മരിക്കുമെന്ന് പറയും. ഓഹോ നീ എന്നെ കൊല്ലാൻ വേണ്ടി കത്തി എടുത്തതാണോ? വിടറിയെന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തി എടുത്ത് തിരിച്ച് രേവതി ശ്രുതിയുടെ കഴുത്തിനെടുത്ത് തന്നെ വെക്കും. നീ ഇത്രയും കള്ളത്തരം പറഞ്ഞില്ലേ, ഇനി നീ സത്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞതിന് ശേഷം നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ശ്രുതിയും മീരയും കൂടി രേവതിയുടെ പറച്ചിൽ രണ്ടുപേരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇനി ശ്രുതിയുടെയും ബീരാൻ്റെയും മീരയുടെ എല്ലാം കള്ളത്തരം രേവതി ചെന്ന് വീട്ടിൽ പറയുമോ, അതിനുശേഷം വീട്ടിലുള്ളവരുടെ പ്രതികരണമൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കഥകളും വരും വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.